ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു നാടൻ പലഹാരം ഉണ്ടാക്കാമേ. ഇപ്പം നല്ല പഴുത്ത് കറുത്തു പോയ നമ്മുടെ ഏത്തക്ക ഉണ്ടല്ലോ, ഏത്തപ്പഴം, അത് വെച്ചാണ് ചെയ്യുന്നത്. ഇതിപ്പം തൊലി കറുത്തന്നേ ഉള്ളൂ, പക്ഷെ പഴം നല്ല കട്ടിയായിട്ടുണ്ട്. ഒരു ചില ക്ലൈമറ്റിനൊക്കെ ആയിരിക്കും, പക്ഷെ ഇതിനാണ് നല്ല മധുരവും ഉള്ളത്. അപ്പം നമുക്ക് ഇന്ന് ഇത് വെച്ചൊരു പലഹാരം ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നമുക്കിതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. കണ്ടോ, പഴത്തിന് നല്ല കട്ടിയുണ്ട്. പഴത്തിന് കുഴപ്പമൊന്നുമില്ല, തൊലി മാത്രം ഇങ്ങനെ കറുത്തെടുക്കും. പക്ഷെ ഇതിനാണ് ഭയങ്കര മധുരം. ഇങ്ങനെ നമ്മൾ ഇത് വെച്ച് നമുക്ക് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇപ്പം ഇത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ച് നാലായിട്ട് നടുക കീറിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര വേണോ നമുക്ക് അത്ര എടുക്കാം. ഇപ്പം 3 പഴം ഞാനിവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആളും ടിക്കറ്റും ഒക്കെ അനുസരിച്ച് എടുത്ത് വെച്ചാൽ മതി. ഇവിടെ പഴമല്ല ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യെല്ലാം ഇവിടെ കട്ടയായിരിക്കുക, ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. ഒരു 2 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ചൂടായ നെയ്യിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നന്നായി നെയ്ക്കകത്തൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി മധുരത്തിന് ആവശ്യമായ വെല്ലം ചേർത്ത് കൊടുക്കാമേ. വെല്ലം വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമെല്ലാം അവരവരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇതിനകത്തൊന്ന് മെൽറ്റാകണം, ചെറുതായിട്ടൊന്ന് മെൽറ്റാകണം. നേരത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം ഒരു രൂപം പിടികിട്ടി കാണുമായിരിക്കും എല്ലാവർക്കും എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മൾ ആ നേന്ത്രപ്പഴത്തിനകത്തോട്ട് വേണമെങ്കിലും പഞ്ചസാര തേങ്ങയും കൂടി ഇട്ട് നമുക്ക് നന്നായി വഴറ്റിയിട്ട് പിന്നെ വേണമെങ്കിലും നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാമേ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് അവരവരുടെ ഇഷ്ടം. ഇതാണ് ഒന്നും കൂടെ നല്ലത്. ഇനി നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഉണക്കമുന്തിരി റൈസിൻസ് ചേർത്ത് കൊടുക്കാമേ. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ. അത് ഓപ്ഷനലാണ്, അവരവരുടെ ഇഷ്ടം. വേണമെങ്കിൽ ചേർക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ നെയ്യും ഇപ്പം തന്നെ ഒരു നല്ല മണം ഇരുന്നു. തേങ്ങായും വെല്ലവും എല്ലാം അവരവരുടെ ഇഷ്ടം. എത്ര വേണമെങ്കിലും ചേർക്കാം. ഇപ്പം മധുരം കൂടുതൽ വേണമെന്നവർക്ക് മധുരം കൂടുതലായിട്ട് യൂസ് ചെയ്യാം. മധുരം കുറച്ച് വേണമെന്നവർക്ക് കുറച്ച് യൂസ് ചെയ്യാം. വെല്ലത്തിന് പകരം ശർക്കര പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. പിന്നെ അതോടെ നമുക്കൊരു ശകലം ഏലക്കാപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം.
എന്തോ അമ്മ ഞങ്ങളുടെ അമ്മ ഇവിടെ ഒന്ന് നോക്കുന്നു എന്തുവാ ഇവിടെ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്കായ പഴവും നേന്ത്രപ്പഴവും തേങ്ങായും വെല്ലവും എല്ലാം കൂടെ ചേർന്ന മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇതൊന്ന് ചൂടാറണം. അടുത്തതായിട്ട് നമുക്ക് ഞാനൊരു ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അരിപ്പൊടിയാണ് ഇതിന് ചേർക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചും കൊടുക്കാം. നമുക്കത് പ്രാക്ടീസായി കയ്യിൽ ഇങ്ങനെ പിടിക്കാതൊക്കെ ചെയ്ത് അമ്മയാണെങ്കിൽ തുണി കൊണ്ട് തരിക പിടിക്കെന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് എത്ര വേണോ അത്രയും. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇതായിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് ഒന്നും കൂടെ കുഴച്ചെടുക്കണം. നമ്മുടെ കൈക്ക് എത്ര ചൂട് പറ്റുമോ അത്രയും ചൂട്. അപ്പം ഞാൻ ഇളക്കാനുള്ള സൗകര്യത്തിനും പെട്ടെന്ന് ആറാൻ വേണ്ടിയിട്ടാണ് ചീനിച്ചട്ടിക്കകത്തോട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ അരിമാവ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കൈ വെച്ചൊന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പുമൊക്കെ പാകത്തിനുണ്ട്. നമുക്കിത് ചെറിയ ഉരുണ്ടകളായിട്ട് എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് നന്നായി ഒന്ന് പരത്തി എടുത്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഏത്തയ്ക്ക മിശ്രിതം അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഏത്തയ്ക്ക മിശ്രിതം അത് നമുക്കിതിനകത്തോട്ട് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്യണം. നമുക്ക് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. ഇത് നമ്മൾ ആപ്പിളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ ആ ഇതുണ്ടല്ലോ, ഇത് പേപ്പർ മാതിരി, അത് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പം നല്ല ഒരു അടിപൊളി ഡിസൈൻ ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ഞാനിവിടെ അടുപ്പിൽ തന്നെ ഞാൻ ഒരു ഇഡലിപ്പാത്രം വെച്ചിട്ടുണ്ട്. ഇഡലിപ്പാത്രം വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കാം. ആവി വരുന്ന അപ്പച്ചെമ്പിൻ്റെ തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരമെല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ആവി വരുന്ന ഇഡ്ഡലി പാത്രത്തിൽ നമുക്കൊരു 20 മിനിറ്റ് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല പഴുത്ത ഏത്തപ്പഴം കൊണ്ടുള്ള നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണിത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒത്തിരി ഇഷ്ടപ്പെടും. പഴുത്ത ഏത്തയ്ക്കയൊക്കെ ഒത്തിരി പഴുത്തത് തിന്നാൻ ആരും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.